ശബരിമലയിലേക്കെത്തുന്ന തീർത്ഥാടകരെ ബുദ്ധിമുട്ടിലാക്കി ഗതാഗതക്കുരുക്ക് തുടരുന്നു. എരുമേലി മുതൽ നിലയ്ക്കൽ വരെയാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. തീർത്ഥാടകരുടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ബേസ് ക്യാമ്പിലെ പാർക്കിംഗിലെ അപര്യാപ്തതയാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ആക്ഷേപം. മണ്ഡല മഹോത്സവത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നു. ക്രമസമാധാന പ്രശ്നം മുൻനിർത്തി ശക്തമായ സുരക്ഷയാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. ശബരിമലയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ തുടരുകയാണ്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മനേഷ് മൂർത്തി ചേരുന്നുണ്ട്. മനേഷ്, ഇന്ന് രാവിലെ മുതൽ എങ്ങനെയാണ് ഭക്തജനങ്ങളുടെ തിരക്ക്? ഭക്തജനങ്ങൾ എത്രത്തോളമുണ്ട്? ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ. അനുപമ, അതായത് ഇന്നിപ്പോൾ 12 മണി വരെ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ 65,000-ഓളം തീർത്ഥാടകരാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ വലിയ തീർത്ഥാടകരുടെ ഒരു നിര ഇന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും മണ്ഡലപൂജ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ബുദ്ധിമുട്ടിയാണ് തീർത്ഥാടകർ എത്തുന്നത്. കാരണം നിലയ്ക്കലിലെ ട്രാഫിക് നിയന്ത്രണത്തിലുണ്ടായിരുന്ന പാളിച്ചകൾ, പാർക്കിങ്ങിലുള്ള ബുദ്ധിമുട്ടുകൾ വലിയ രീതിയിലുള്ള തീർത്ഥാടകരെ ബുദ്ധിമുട്ടിക്കലാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചെന്നൈയിൽ നിന്നുമുള്ള തീർത്ഥാടകൻ സൂര്യ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ട്, അദ്ദേഹത്തിന്റെ மகന്റെ கூடைയാണ് അദ്ദേഹம் வந்திருக்கிறது. எப்படி இருந்தாங்க இந்த வாட்டி பயணம்? இந்த ட்ரிப் எங்களுக்கு மிகவும் ரொம்ப அலைச்சலாகவும் கடுமையாகவும் தான் இருந்தது. ஏன் கேட்டீங்கன்னா, போன வருஷம்லாம் அந்த மாதிரி இல்ல. ஒருவேளை மழையினால இந்த மாதிரி பிரச்சனை ஆச்சான்னு தெரியல. நாங்க எவ்வளவு வருஷம் கிட்டத்தட்ட ஒரு 25 வருஷம் கிட்ட ஆச்சு நாங்க எந்த வருஷமும் இந்த அளவுக்கு நாங்க கஷ்டத்தை எடுப்பாங்கல. காரணம் என்னன்னு கேட்டீங்களா, எங்களை நிலக்கல்லே ஸ்டாப் பண்ணிட்டு அதுக்கு முன்னாடியே 3 கிலோமீட்டர் ஸ்டாப் பண்ணிடுறாங்க. அங்கிருந்து நாங்க 3 கிலோமீட்டர் நடப்பயணம் நிலக்கல்ல அடைஞ்சோம். அங்கிருந்து ஒரு ஏசி பஸ்ல 150 ரூபாய் ஃபேர், அதுக்கு அப் அண்ட் டவுன் 150 ரூபாய் ஃபேர் வாங்கிக்கின்னு இங்க பம்பால எடுத்துட்டு விட்டாங்க. பம்பால இருந்து இங்க பாத்தீங்கன்னா ஒவ்வொருத்தரும் ஒவ்வொரு மாதிரி ஆக்டிவிட்டிஸ் பண்றாங்க. நாங்க சென்னையில இருந்து இல்ல தமிழ்நாட்டுல இருந்து வரேன்னு பாத்தீங்கன்னா ஒரு சாமி கிட்ட கேக்குற, சாமி இது மாதிரி வரோம், கன்னிசாமி கூட்டு வரோம், கொஞ்சம் ஹெல்ப் பண்ணுங்க, அதெல்லாம் இல்ல போய்க்கோ அப்படின்றாங்க. அவங்க இடத்துல அவங்க சாமி மட்டும் கொஞ்சம் இதுவா பாக்குறாங்க. இது கொஞ்சம் மாறினா நல்லா இருக்கும் இந்த ശബരിമലയ്ക്ക്. ഓക്കേവാ? താങ്ക് യു. അതാണ് അദ്ദേഹം പറയുന്നത്. നിലയ്ക്കലിൽ നിന്ന് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇവിടെ വരെയും തുടരുന്നു എന്നുള്ളതാണ് തീർത്ഥാടകൻ പറയുന്നത്. എല്ലാ വർഷവും കഴിഞ്ഞ 25 വർഷമായി ശബരിമലയ്ക്ക് വരുന്നു. എന്നാൽ ഇതുവരെയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നിലയ്ക്കൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട അത്ര വലിയ ബ്ലോക്ക് നിലയ്ക്കലിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ശബരിമലയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ 12 മണി വരെ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 65,000-ഓളം തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മണ്ഡലപൂജ അടുത്ത ഒരു സാഹചര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് മണ്ഡലപൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് തങ്കാങ്കി ഘോഷയാത്രയാണ്. അത് 23-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട വിവിധയിടങ്ങളിൽ സ്വീകരണവും അതുപോലെ തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള ഒരു സൗകര്യവും ഒരുക്കിക്കൊണ്ടാണ് അത് കടന്നു വരുന്നത്. ഇന്നിപ്പോൾ റാന്നിയിൽ വിശ്രമിച്ച ശേഷം നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പമ്പയിലെത്തും. പമ്പയിൽ നിന്നും 3 മണിയോടുകൂടിയാണ് തങ്കാങ്കി ഘോഷയാത്ര മല ചവിട്ടി തുടങ്ങുക. ഇവിടെ ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് 6:30 സന്നിധാനത്തെത്തും. ദീപാരാധനയാണ് ആ സമയത്ത്. ഇനി നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. നാളെ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് തീർത്ഥാടകർക്ക് ദർശനം ഉണ്ടാവുക 6:30 ശേഷം, അതായത് ദീപാരാധനയ്ക്ക് ശേഷമാണ്. അതിനുശേഷം മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് ദർശനം ഉണ്ടാവുക. ആ ഒരു തരത്തിലുള്ള ഒരു നിയന്ത്രണം, അത് എല്ലാ വർഷവുമുള്ള നിയന്ത്രണമാണ്. കാരണം തങ്കയങ്കി ഘോഷയാത്ര വരാനുള്ള ഒരു സൗകര്യം, അതുപോലെ തന്നെ പൂജാ വിധികൾ, ആചാരവിധി പ്രകാരമുള്ള ചില കാര്യങ്ങളോട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. ഏതായാലും സുരക്ഷയും സമാനമായ രീതിയിലുള്ള സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് സന്നിധാനത്തെ പോലീസിന്. കാരണം ഈ ഒരു ബാച്ചിൽ പോലീസ് 600 പേരെ അധികമായി വിന്യസിച്ചിരുന്നു. മാത്രമല്ല യുവതി പ്രവേശനം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിരോധനാജ്ഞ 27 വരെ നീട്ടിയിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് നിരീക്ഷണം വളരെ ശക്തമാക്കി തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കൂടുതലുണ്ട്. സാധാരണ സീസണുകളിൽ ഉള്ള ഒരു തിരക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുക വയ്യ. കാരണം ഈ മണ്ഡലകാലം തുടങ്ങിയത് മുതൽ മറ്റു സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് മലയാളികളുടെ എണ്ണത്തിലാണ് വൻ കുറവ് രേഖപ്പെടുത്തിയിരുന്നത്. എത്രത്തോളമുണ്ട് മലയാളികൾ എങ്ങനെയാണ്? ഭക്തജനങ്ങൾ എത്തി തുടങ്ങുന്നുണ്ടോ?
അനുപമ, സീസണിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ എത്തുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അതുപോലെ തന്നെ തെലങ്കാന, ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഏറ്റവും കൂടുതലായി ശബരിമലയിൽ എത്തുന്നത്. എന്നാൽ സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക് അല്ലെങ്കിൽ മലയാളി തീർത്ഥാടകരുടെ ഒരു എണ്ണം കേരളത്തിൽ നിന്നും ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വർഷം അതിന് വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി, അതായത് ക്രിസ്തുമസ് അവധി, സ്കൂൾ അവധി എല്ലാം തുടങ്ങിയതിനു ശേഷം ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി മലയാളി തീർത്ഥാടകർ കാര്യമായി എത്തുന്നുണ്ട്. എങ്കിലും സാധാരണ ഗതിയിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അത് തീർത്ഥാടകരുടെ എണ്ണത്തിലുള്ള കുറവ് തന്നെ അതിന് വലിയ ഒരു ഘടകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ വളരെ വലിയ കുറവുണ്ട്. ആ കുറവ് തന്നെയാണ് ആകെ പരിശോധിക്കുമ്പോൾ നമുക്ക് കുറവായി തന്നെ, അല്ലെങ്കിൽ തീർത്ഥാടക എണ്ണത്തിലുള്ള ഒരു കുറവായി തന്നെ തോന്നുന്നു. മറ്റൊന്ന്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, സംഘർഷങ്ങൾ ശബരിമലയിൽ ഉണ്ട് എന്ന രീതിയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ, ഇവിടേക്ക് വരാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് തുടങ്ങിയ രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ, അതൊക്കെ വലിയ രീതിയിൽ തീർത്ഥാടകരെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് അവിടെയുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവിടെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുന്നു. അതും തീർത്ഥാടകരുടെ വരവിനെ കാര്യമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ സീസണിലെ മുഴുവൻ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ശരാശരി 50,000-നും 60,000-നും ഇടയിലുള്ള തീർത്ഥാടകർ മാത്രമാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. അത് സാധാരണ വരുന്നതിന്റെ ഏകദേശം പകുതിയോളം, അതായത് 50% ആളുകൾ മാത്രമാണ് ഇത്തവണ സീസണിൽ ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. ഈ മണ്ഡലകാലം അവസാനിക്കാൻ പോകുമ്പോൾ നമ്മൾ ആകെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ കൃത്യമാണ്. അതായത് 50,000-നും 60,000-നും ഇടയ്ക്കുള്ള തീർത്ഥാടകർ മാത്രമാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതാണ്. ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ എല്ലാ ദിവസവും മണ്ഡല മഹോത്സവത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ ശബരിമലയിൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. ഒപ്പം പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്ന് മനേഷ് മൂർത്തി നൽകി.